അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചോറിനുള്ള കറികളാണ്. അപ്പം മീൻ കഴിക്കാത്തവർക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറികളാണിത്. ഇതെല്ലാം കപ്പ വേവിച്ചത് അല്ലെങ്കിൽ ചീനി വേവിച്ചത്, നമ്മൾ ചീനി എന്ന് പറയും. അപ്പം തേങ്ങയില്ലാതെ മോര് കാച്ചാം, വഴുതനങ്ങ കറി ചോറിന് നല്ല, ഇത് ഒരെണ്ണം മതി. ഈ വഴുതനങ്ങ കറി മാത്രം മതി ചോറിന് ഉച്ചയ്ക്ക് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങളുടെ വഴുതനങ്ങ, റോഡിൽ നിൽക്കുന്ന വഴുതനങ്ങ നട്ട വഴുതനങ്ങയാണ്. അപ്പോൾ റോഡ് മതിലിൻ്റെ സൈഡിൽ വെളിയിൽ, അപ്പോൾ അത് 2-3 പിച്ചി നമുക്ക് ഈ മീൻ കൂട്ടാത്തവർക്ക് നമ്മൾ ഇവിടെ, എനിക്ക് മീൻ വേണം, വാപ്പായും മക്കളൊന്നും മീൻ കഴിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഇതിന് വഴുതനങ്ങ വെണ്ടയ്ക്ക ഒക്കെ ഇട്ടും സാമ്പാറും ഒക്കെ, എന്നും സാമ്പാറായി ശരിയാവത്തില്ലല്ലോ. അപ്പോൾ പല വിധത്തിൽ മീൻകറി കഴിക്കാത്തവർക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് തീയൽ വെക്കാം, വഴുതനങ്ങ തീയൽ വെക്കാം, സാമ്പാർ വെക്കാം. ഇത് ഞാൻ ഇന്ന് വഴുതനങ്ങ തൊട്ടുകറിയാണ് വെക്കുന്നത്. വെണ്ടയ്ക്കായും പിച്ചി ഇപ്പം ഇന്ന് വഴുതനങ്ങ തൊട്ടുകറിയാകുമ്പോൾ നാളെ തീയൽ വെക്കാം. അപ്പം വെണ്ടയ്ക്ക ഇട്ട് സാമ്പാർ വെക്കാം. വെണ്ടയ്ക്കായും വഴുതനങ്ങയും കൊച്ചു ചെറിയ ഉള്ളിയും തക്കാളിയും ഉണ്ടെങ്കിൽ അത് മതി, പരിപ്പും ഇട്ട് സാമ്പാർ വെക്കാം. അപ്പോൾ ഇത് ഞാൻ 2 എടുത്ത് അരിഞ്ഞ് ഇതിൻ്റെ കറ കളയണം. കറ കളഞ്ഞില്ലെങ്കിൽ ഒരുമാതിരി കവർപ്പ് വരും. അതായത് ഇതിൻ്റെ മേളത്തെ ആ തണ്ടൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എടുത്ത് കളയുവാണ്. ഞാൻ സാധാരണ കളയാതാണ് ഇത് കറി വെക്കുന്നത്. മേളത്തെ തണ്ടതിന് ഏറ്റവും നല്ല ഗുണമുള്ളതാണിത്. അപ്പോൾ ഇത് അച്ചാറും ആയിട്ടും എടുക്കാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നത് കത്രിക്ക കാരക്കുളമ്പെന്നാണ് പറയുന്നത്, വഴുതനങ്ങ കറിക്ക്. നമ്മുടെ വീട്ടിൽ ഈ വഴുതനങ്ങ ഇതിൻ്റെ ചെറുതാണ് അച്ചാറിന്. തമിഴ്നാട്ടിൽ ബിരിയാണിയുടെ കൂടെ അച്ചാറായിട്ട് കൊടുക്കുന്നത് വഴുതനങ്ങ, ചെറിയ വഴുതന, ഒരേ സൈസിലെ ചെറിയ വഴുതന ഇതിൻ്റെ നീല കളറിൽ കിട്ടും. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റ്. ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളം ഇതിൻ്റെ കുറേ നേരം വെച്ചേക്കണം. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം എന്താണ്ട എടുത്ത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം എടുത്താണ്ട കറ കണ്ട, ഇതിൻ്റെ കറ ഇത് അഴുക്കകണ്ട, ഇതാ നമുക്ക് കവർക്കുന്നത്. വഴുതനങ്ങ ഇട്ട് സാമ്പാറിലിടുമ്പോഴും ഇതേമാതിരി കറ കളഞ്ഞതിന് ശേഷം എടുക്കാവും. ഇത് നല്ലതുപോലെ അങ്ങ് കഴുകി എടുക്കട്ടെ. വേണ്ട, നല്ല കഴുകി വൃത്തിയാക്കി. ഇതാ നല്ല കളർ കണ്ട, വെള്ളം നല്ല ഇതായി. ഇനി ഇതൊന്ന് ഊറ്റി വെക്കാം, വെള്ളം തോരട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ പച്ചമുളക് വേണം, കായം വേണം, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം വേണം. അതൊക്കെ ഓരോന്ന് എടുക്കുമ്പോൾ കാണിക്കാം. ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിന്. കടുവിടാം, അതൊക്കെ താളിക്കുന്നതിനനുസരിച്ച് കടുവിടാം. അതാണ്ട് ഇത് ഇത്രയും, ആ കടുവിൻ്റെ അത്രയും ഉലുവായിടാം. ഉലുവാപ്പൊടി അവസാനം ഇടുന്നത് നല്ലതാണ്. ഇത് ഉലുവ മൂപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഉലുവാപ്പൊടി ഇടുന്നില്ല. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണം, വെളുത്തുള്ളി ഒരു 5 എണ്ണം, 5 ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് 1 എണ്ണം എടുക്കുന്നത്, കാരണം മുളക് പൊടി ഇടുന്നത് കൊണ്ട്. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതും പിഴിഞ്ഞെടുക്കണം. വെളുത്തുള്ളി ഞാൻ ഈ കടുക് പൊട്ടിയതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയുടെ ആവശ്യമില്ല, വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. വെളുത്തുള്ളിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതിങ്ങനെ ഒന്ന് നോക്കണത്. ആ പുളി വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഒരു 10 ചുമന്നുള്ളി, തീ കുറച്ചും കൂട്ടിയൊക്കെ ഇടാം. ഒരു ശകലം ഉപ്പിട്ടതിന് ശേഷം അത് പെട്ടെന്ന് അങ്ങ് വാടാൻ വേണ്ടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നമുക്ക് വലിയ താമസമൊന്നുമില്ല. ശകലം കായം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയും കുറച്ചും എടുത്ത് നമുക്ക് ഇതാക്കാം. ഒരേ തീയിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ തീ കൂട്ടി മാത്രം വെച്ചിരുന്ന, അപ്പോൾ കുറച്ചും കൊടുക്കാം. അതിനുശേഷം വഴുതനങ്ങ കഴുകൂറ്റി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങയും കൂടെ ഒന്ന് വാടട്ട്.
ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അന്നേരം ഒന്നും കൂടെ പെട്ടെന്ന് വാടും. വഴുതനങ്ങ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കണക്കല്ല, വാടുമ്പോൾ പകുതിയേ കാണത്തുള്ളൂ, ചുരുങ്ങുങ്ങ്. നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത് ചുട്ട് ചമ്മന്തി അരച്ചാൽ നല്ലതാണ്, ഈ വഴുതനങ്ങ വെച്ച് തേങ്ങ വെച്ച് ചമ്മന്തി അരയ്ക്കാനും. അപ്പോൾ ഓരോ മീൻ കഴിക്കാത്തവർക്ക് ഓരോ പരീക്ഷണങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ശകലം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി. ആദ്യം ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് നോക്കിയതിന് ശേഷം എരി കുറവല്ല, കളറും കുറവാണ്. ഇളക്കി നോക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. മുളക് പൊടി നല്ല നിൽക്കുന്നത് നല്ലതാണ്. ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കളറ്. ശകലവും കൂടി ഇട്ട് കൊടുത്ത് മുളക് പൊടി. മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല, ഇതിന് മല്ലിപ്പൊടി ഇടണ്ട. നല്ല ഇതിൻ്റെ പച്ചമണമൊക്കെ, മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. വേണ്ട, നല്ല വാടിയിട്ടുണ്ട്, പച്ചമണം മാറി. ഇതാ ശകലം പഞ്ചസാര ഒഴിച്ച് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പുളിയും എരിയും ഉപ്പും എല്ലാം കൂടെ ഇത് കണ്ട, പുളി ഞാൻ പിഴിഞ്ഞൊഴിക്കുവാണ്. വെള്ളത്തിൽ നല്ല നേരത്തെ ഇട്ടത് കൊണ്ട് നല്ലതുപോലെ കുതിർന്നിരിക്കുക. അതങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൊന്തൊക്കെ ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക. പക്ഷെ അതിലും കൂടെ പുളി കിട്ടും. ഇത് നല്ല പുളി വേണം ഇതിന്. അതിൻ്റെ വെള്ളം ബാക്കിയും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉണ്ടോ, ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല കുറിയ ചാറോടുകൂടെ മീൻകറി മാറി നിൽക്കും. സൂപ്പർ ടേസ്റ്റാണ്, ഒന്ന് വെച്ച് നോക്കണേ. ശകലം ഉപ്പും കൂടെ വേണം. ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് ചെറിയ തീയിൽ അവരിരുന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരും. ആ ചെറിയ ഉള്ളി ഇടുന്നത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി വേണ്ടാത്തൊരു സവാള വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ കണ്ട നല്ല മീൻകറി തോറ്റു പോകും. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണിത് വഴുതനങ്ങ കറി. ഇതൊന്ന് അടച്ച് വെച്ച് ഉടനെ തന്നെ എടുക്കരുത്. ഒന്ന് ആറി അതിൻ്റെ ഒരു പരുവം വരണം. ആറിയതിന് ശേഷം പിന്നെ ഒരു ടേസ്റ്റ് വരുന്നത്, ചട്ടിയിലിരുന്ന് അതിൻ്റെ ടേസ്റ്റ് വരും. അതങ്ങനെ ഞാൻ ഓഫാക്കി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇച്ചിരി മോര് കാച്ചാം. തേങ്ങ ഇല്ലാത്ത മോരാണ്. കട്ടിത്തൈരും അല്ല മോരും അല്ലാത്ത രീതിയിൽ നമ്മൾ പിന്നെ മോര് ഉറയൊഴിക്കുമല്ലോ. അപ്പോൾ ശകലം വെള്ളത്തോടല്ലേ വരുന്നത്. നല്ല കട്ടിത്തൈരാണെങ്കിൽ നല്ല പാല് കുറുക്കി കട്ടിത്തൈര് എടുക്കും. അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് താളിക്കാൻ എല്ലാവർക്കും ഇത് അറിയാവുന്നതല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഒരുപാട് കട്ടിത്തൈരല്ല, എന്നാലും മോരും അല്ല. ഉള്ളിയും കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. താളിക്കാനുള്ള ആവശ്യം ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് എല്ലാം കൂടി ഇട്ട് അങ്ങ് താളിച്ചെടുക്കുക. ഉണക്കമുളക്, ഇത് ചൂടാക്കിയൊന്നും വേണ്ട, സൂപ്പർ ടേസ്റ്റ്. ആ മോരിനകത്തോട്ട് ശകലം ഉപ്പും കൂടെ ചേർത്തേക്കണം. ഇനി താളിച്ചതിന് ശേഷം ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. ആ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് മഞ്ഞപ്പൊടി ഇടുക. അപ്പം നല്ല എണ്ണ തെളിഞ്ഞിങ്ങനെ നിൽക്കും. മോര് കാച്ചുന്നതിന് മഞ്ഞപ്പൊടി ഇട്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് വെച്ച് നോക്കണേ നിങ്ങൾ. ഞാൻ ആ മോരിനകത്തോട്ട് ഈ താളിച്ച ഇതങ്ങോട്ട് ചേർക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും എന്തെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. ചെയ്ത് നോക്കണേ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇത്. എങ്കിലും അറിയാൻ വയ്യാത്ത ബിഗിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറുകിയ ചാറോടുകൂടി ഒന്ന് മോര് കാച്ചി ഒന്ന് കൂട്ടി നോക്കിക്കേ. ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ശകലം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല കുറുകി നല്ല തേങ്ങ അരയ്ക്കാത്ത മോര് കറിയാണ്. ഇനി നമുക്ക് ചീനി അല്ലെങ്കിൽ കപ്പ, നമ്മൾ ചീനി എന്നാണ് പറയുന്നത്. അപ്പോൾ ചീനി വേവിച്ച് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങാക്കറിയായി. നല്ല പരുവത്തിയിരിക്കുവാണ്.
മോര് കാച്ചിയതായി. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാത്ത ചീനി വെക്കാം, ചീനി വേവിക്കാം. ചീനി അല്ലെങ്കിൽ കപ്പ വേവിക്കാം. നമ്മൾ ചീനി എന്നാണ് പറയുന്നത്, ചീനി വേവിക്കുകയെന്ന്. കൊല്ലമാണ് നമ്മൾ. വേണ്ട, മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ടിട്ട് വേണമെങ്കിൽ ശകല ഒരു നുള്ള് മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ചീനി ഈ അരപ്പിൻ്റെ പുറത്തോട്ട്, ഈ മഞ്ഞപ്പൊടിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പുറത്തോട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ പച്ചച്ചുവ മാറാൻ വെക്കണം. അടിക്ക് ചെറിയ തീയിലേ വെക്കാവൂ. ഇനി നമുക്ക് വേണ്ട ഈ കട്ടിയുള്ള ഇതേമാതിരി പണ്ട് ഇതേമാതിരി ഇത് മടലൊക്കെ വെട്ടി ഉമ്മാമാർ വെക്കുമായിരുന്നു ചീനി വേവിക്കാൻ. ഓലമടലിൻ്റെ ചെറിയ മടലായിട്ടെടുത്ത് ഉണക്കി ചീനി വേവിക്കാൻ വെക്കുക. സൂപ്പർ ടേസ്റ്റിൽ തേങ്ങ അരയ്ക്കാത്ത ചീനി വേവിച്ചതായി. കപ്പ വേവിച്ചതല്ലെങ്കിൽ ഇതെല്ലാം കൂടി കണ്ട നല്ല സൂപ്പർ ടേസ്റ്റിൽ വഴുതനങ്ങാക്കറി, നല്ല തേങ്ങ അരയ്ക്കാത്ത മോര് കാച്ചിയത്. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത ചീനി വേവിച്ചത് അല്ലെങ്കിൽ കപ്പ വേവിച്ചത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് തേങ്ങ അരയ്ക്കാത്ത, നമ്മളെ മീൻകറി കഴിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികളായി. അപ്പോൾ വേണമെങ്കിൽ ഒരു പപ്പടവും പൊരിക്കുക, അച്ചാറുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്.